പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മലയോര സമരജാഥയ്ക്കെതിരെ വിമർശനവുമായി അഖിലേന്ത്യാ കിസാൻ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ്. മുൻകാലങ്ങളിൽ കേരളത്തിലെ മലയോരവാസികളെ വഞ്ചിച്ചതിന്റെ കുറ്റബോധത്തിൽ നിന്നുമാണ് ഇപ്പോൾ UDF ജാഥ നടത്തുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മലയോര കർഷകരെ രക്ഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മലയോര മേഖലകളിൽ UDF ഒരു വിലാപയാത്ര ആരംഭിച്ചിട്ടുണ്ട്. 1972 വന്യജീവി സംരക്ഷണ നിയമവും 1980 വനസംരക്ഷണ നിയമവും മലയോര ജനതയെ ആകെ വളരെ ദ്രോഹകരമായി ബാധിക്കുന്നതാണ്. വന്യജീവികൾ എണ്ണത്തിൽ പെരുകുകയും കാട്ടിൽ തീറ്റയും വെള്ളവുമില്ലാതെ നാട്ടിലിറങ്ങി മനുഷ്യരെ ആക്രമിച്ച് കൊല്ലുകയും അതോടൊപ്പം അവരുടെ കൃഷിദേഹങ്ങൾ നശിപ്പിക്കുകയും മറ്റു തരത്തിലുള്ള നാശങ്ങൾ വരുത്തുകയും ചെയ്യുന്നു. വന്യജീവികളെ നിയന്ത്രിക്കാൻ ഈ നിയമം കേരള സംസ്ഥാന സർക്കാരിനെ അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് 80 വനസംരക്ഷണ നിയമം. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മലയോര കർഷകർക്ക് പട്ടയം കൊടുക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മാത്രം അവസാനിക്കുന്നില്ല. CHR മേഖല, കാർഡമംഗ് ഹിൽ റിസർവ് എന്ന് ഒരു ഓമന പേരിട്ട് ദശാബ്ദങ്ങളും നൂറ്റാണ്ടുകളുമായി ജീവിക്കുന്ന മനുഷ്യനെ കുടിയിറക്കാൻ വേണ്ടി പരിസ്ഥിതിവാദികളും അതുപോലെ വനം വകുപ്പും ഇപ്പോൾ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള കേസിന് കാരണവും ഈ നിയമമാണ്. ഇത് മാത്രമല്ല, ആസിയാൻ കരാറ് പോലുള്ള അന്താരാഷ്ട്ര കരാറുകൾ ഉണ്ടാക്കി മലയോര കർഷകരുടെ നാണ്യവിളകൾ കുറഞ്ഞ വിലയ്ക്ക് ബഹിരാഷ്ട്ര കുത്തകകൾക്ക് വാങ്ങാനുള്ള അവസരങ്ങൾ ഒരുക്കുകയും ചെയ്തത് UDFൻ്റെ കർഷകദ്രോഹ നയങ്ങളാണ് എന്നുള്ളതും നാട്ടിലെല്ലാവർക്കും അറിയാം. 10 കിലോമീറ്റർ ബഫർ സോൺ വേണമെന്ന് വാദിച്ച ഹരിത MLA-മാരുടെ നേതാവായിരുന്ന പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും അത് തിരുത്തുന്നില്ല. വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്ന് UDF MP-മാർ പാർലമെൻറ്റിൽ ആവശ്യപ്പെടുന്നില്ല. ഈ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെയും ജനങ്ങളെ ദ്രോഹിക്കാനുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിന് ന്യായങ്ങൾ കണ്ടെത്തുകയും ബഹിരാഷ്ട്ര കുത്തകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിരന്തരമായി നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്ത UDF ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്ന മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി നിരവധിയായ നുണപ്രചരണങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ തട്ടിപ്പിൽ മലയോര കർഷകരും അല്ലാത്തവരും വീഴരുത് എന്നാണ് അഖിലേന്ത്യാ കിസാൻ സഭയ്ക്ക് എല്ലാവരോടുമുള്ള അഭ്യർത്ഥന. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ, നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ, എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.